വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെയും മുണ്ടത്തിക്കോട് FHCയുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്താങ്കല്ല് പരിസരത്ത് വെച്ച് ഇന്റർ സെക്ടർ മീറ്റിംഗും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ MF ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ കാലമായ നമ്മുടെ ചെറുപ്പത്തിൽ വീട്ടിലെ അമ്മമാരൊക്കെ നല്ല പണിയെടുപ്പിക്കുന്നു. 4 ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവും ചായയൊക്കെ കൃത്യസമയത്ത് തരാറില്ലേ, പുറത്തുനിന്നില്ലേ നമ്മുടെ ചെറുപ്പാട്ടാണ്. കൃത്യസമയത്ത് ഭക്ഷണം തന്നിട്ട് വീടൊക്കെ ഓരോരുത്തർക്കും ഓരോ ഭാഗം തിരിച്ച് കഴിക്കുക. അതിൻ്റെ അപ്പുറം ഞങ്ങൾ കിടക്കില്ല. 3 മക്കളാണെങ്കിൽ 3 മക്കൾക്ക് തിരിച്ചിട്ട് തരും മിച്ചം. ആ പുല്ലൊക്കെ കുറച്ചോളം ഓടുന്നു. റോഡ് സൈഡിലുള്ള പുല്ലുകൾ കുറയ്ക്കാൻ ഇങ്ങനെ വീട് വൃത്തിയാക്കുന്നത് നമ്മളായിരുന്നു അത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അന്നും 24 മണിക്കൂറാണ്, ഇന്നും 24 മണിക്കൂറാണ്. പക്ഷേ ഇപ്പം നമുക്ക് 48 മണിക്കൂറായി സമയമില്ല, ആർക്കും സമയമില്ല. ഒരു നേരം പോലും ഇരിക്കാനോ. ഇപ്പോൾ കൗൺസിലറായ ചെയർപേഴ്സൺ ഒരു നായ ചത്ത അപ്പം നഗരസഭ ചെയർപേഴ്സണെ വിളിക്കണം. പണ്ട് നമ്മൾ അറിയും കൂടി ഇല്ല നായൊന്നും ചത്ത. ഇപ്പൊ അത് അടുത്ത വീട്ടിലാണ് കിടക്കണേ, ഒരു ആരും ഇല്ലാത്തൊരു വീട്ടിലാണ് കിടക്കണ പറഞ്ഞാൽ നഗരസഭ ഉദ്യോഗസ്ഥന്മാർക്കോ ഹെൽത്ത് ജീവനക്കാർക്കോ അവിടെ പോയിട്ട് ആ മതിൽ ചാടി കിടന്ന് എടുക്കാൻ പറ്റുമോ? വിജയ് സാറ് പറഞ്ഞ മാതിരി ഈ കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മുടെ കിണറുകളിലുണ്ട്. പക്ഷേ ഈ ഷിഗല്ല ബാക്ടീരിയക്ക് ഒരു കുഴപ്പമുണ്ട്. അത് ഈ കോളയൊക്കെ നമുക്ക് ഒരു ലക്ഷം ഈ കോളൈ ബാക്ടീരിയ അണു നമ്മുടെ ദേഹത്തേക്ക് കയറിയാലേ നമുക്ക് ഇൻഫെക്ഷൻ വരും. പക്ഷേ ഷിഗല്ല ആകെ 200 എണ്ണം കയറുകയാണ്. 200 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊന്ന് മണ്ണിൽ വെറുതെ കൈയൊന്ന് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്നു. മറ്റേത് പിന്നെ കുറച്ചും കൂടെ നമ്മുടെ എണ്ണം കൊണ്ട് നമ്മുടെ ദേഹത്ത് കയറിയാൽ നമ്മുടെ പ്രതിരോധശേഷിനെ മറികടന്നുകൊണ്ട് അവരെ യുദ്ധം ചെയ്ത് നശിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് പറ്റും. വെറും 200 എണ്ണം മതി. അതുകൊണ്ടാണ് ഇതൊരു അപകടകാരി എന്ന് പറയാൻ കാരണം. മറ്റു പല കാരണങ്ങളുണ്ട്. 4 തരമാണ് ഈ ഷിഗല്ല ഉള്ളത്. ഈ പലതരത്തിൽ ഇവരുടെ തന്നെ ജനിതകമായിട്ട് ചെറിയ മാറ്റങ്ങളുണ്ട്. അതുവഴിയാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ സാധാരണ കുട്ടികൾ അല്ലെങ്കിൽ വലിയവർക്കും എല്ലാവർക്കും വരും. കുട്ടികൾക്ക് വരുന്നത് പെട്ടെന്ന് അവർക്ക് വയറിങ്ങനെ പിടിക്കണ മരിയത്തെ വേദനയായിരിക്കും വരും. വയറ് പിടിക്കണ അതാണ് ആദ്യം പറയുക. വയറ് പിടിക്കണ മരിയത്തെ ഉരുക്കി വരുന്ന വേദന എന്ന് പറയും. ഭയങ്കര ശക്തമായ പനി ഉണ്ടാവും. 105 പനി 103 പനിയൊക്കെ വരും. പെട്ടെന്ന് വരിക. ഛർദി, പിന്നെ ഭയങ്കര വയറിളക്കമായിരിക്കും. അധികവും വയറിളകുമ്പോൾ രക്തം ഉണ്ടാവും. യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ SAA ആസാദ്, മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയ് ചന്ദ്രൻ, LHI സജിത MR, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അതൊന്നും വഴിക്കില്ല, ശരിക്കും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ് ഞങ്ങൾ. എന്താണ് വഴിക്ക് എന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ.